ഒന്ന് പറഞ്ഞാട്ട്, ആയുസ് കുറഞ്ഞ കാലം. വേദപുസ്തകം പഠിച്ചാൽ അതുവരെയുള്ള മനുഷ്യൻ്റെ ആയുസ് 930 സംവത്സരം, 860 സംവത്സരം, 450 സംവത്സരം, 480 സംവത്സരം ഒക്കെ എഴുതി വന്ന് നോഹയുടെ കാലമായപ്പോൾ തമ്പുരാൻ പറഞ്ഞു, ഞാൻ ആയുസ് കുറയ്ക്കുക. എത്ര ആക്കി? 120. ദൈവപുരുഷനായ മോശ തൻ്റെ സഹോദരനായ അഹരോൻ്റെ നിര്യാണ വേളയിൽ ഇങ്ങനെ പാടി, നിങ്ങൾക്കും പറയാം, ഞങ്ങളുടെ ആയുഷ്കാലം 70, ഏറെയായാൽ 80. കണ്ടോ, കുറഞ്ഞു വരിക. അങ്ങനെയാണ് ഞാൻ ചോദിക്കുന്നു, നോഹയുടെ കാലത്ത് 120, മോശയുടെ കാലത്ത് 80. അങ്ങനെയാണ് നമ്മുടെ കാലത്ത് എത്ര ആയുസ്? ഏതാണ്ടൊക്കെ ഒന്നും കേൾക്കുന്നു ഇവിടുന്ന്. നമ്മുടെ കാലത്തെ മനുഷ്യൻ്റെ ആയുസ് ഞാൻ പറയാം. 22കാരന് ഡയബറ്റീസ്, 33കാരന് ഹാർട്ട് അറ്റാക്ക്, 28കാരന് ബ്ലഡ് ഷുഗർ. ഒരു 45 വയസ്സൊക്കെ കഴിഞ്ഞാൽ മിക്കവാറും എല്ലാം കുറച്ചും വലിച്ചു വന്ന് നടപ്പ് കണ്ടു. സ്വർഗത്തിലെ നിശബ്ദതയായി. 45 വയസ്സ് കഴിഞ്ഞിട്ടും എനിക്ക് ഒരസുഖവും ഇല്ലെന്ന് പറയുന്നവർ എഴുന്നേക്കാൻ പറഞ്ഞാൽ അതിന് മുമ്പ് പോയി ടെസ്റ്റ് നടത്തണം. ടെസ്റ്റ് നടത്തിയോ അഡ്മിറ്റാ. ഈ ടെസ്റ്റൊന്നും നടത്തുകൊടുത്തുകൊണ്ട് നമ്മളിങ്ങനെ ഓടിപ്പോവാ അല്ലേ ചാ. പണ്ട് കൊച്ചുമേശിയുടെ കാലത്ത് ഭാര്യയോട് വഴക്കൂടാത്ത ആരെങ്കിലും എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞപ്പോൾ ഒരാൾ ചാടി എഴുന്നേറ്റു. കൊച്ചുമേശി ചോദിച്ചു, എത്ര നാളായിടാ കല്യാണം കഴിച്ചിട്ടെന്ന്. അവൻ പറഞ്ഞു, 2 ദിവസമായെന്ന്. അടികൂടാൻ തുടങ്ങിയില്ലല്ലോ. എൻ്റെ സഹോദരങ്ങളെ, ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് നോക്ക്. കണ്ണിന് പ്രത്യേക ഭാഗം, മൂക്കിന് പ്രത്യേക ഭാഗം, നാക്കിന് പ്രത്യേക ഭാഗം, ത്വക്കിന് പ്രത്യേക ഭാഗം, അതിനൊക്കെ പ്രത്യേക പേരുണ്ട്. ഡോക്ടർമാരും നഴ്സുമാരൊക്കെ ഇവിടെ കാണും. എല്ലാം പ്രത്യേക ഭാഗമാണ്. നമ്മുടെ കാലഘട്ടത്തിലാണ് ഏറ്റവും അധികം സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളുള്ളത്. നമ്മുടെ കാലത്താണ് ഏറ്റവും അധികം ഡോക്ടർമാർ. നമ്മുടെ കാലത്താണ് ഏറ്റവും അധികം നേഴ്സുമാർ. നമ്മുടെ കാലത്താണ് അത്യാധുനികമായ കമ്പ്യൂട്ടർ നിയന്ത്രിത ഉപകരണങ്ങൾ. പക്ഷെ ഇതിൻ്റെ എല്ലാ ഇടയിൽ നിന്ന് മരണം മനുഷ്യനെ തട്ടിക്കൊണ്ടുപോകുന്നു. മനുഷ്യൻ്റെ ആയുസ് കുറഞ്ഞ കാലമാണ്. ശ്രദ്ധിച്ച് കേൾക്കുമ്പോൾ മനസ്സിലാവും. ഈ ആയുസ് കൂടി കൂടി എന്ന് പറയുന്നത് ആരുടെ ആയുസാണ്? ഞാനൊരിക്കൽ ബാംഗ്ലൂർ പ്രസംഗം കഴിഞ്ഞ് വരുമ്പം ലേക്ക് ഷോറിലും അവിടെ ഒരുപോലെ ജോലി ചെയ്യുന്ന 2 ഡോക്ടേഴ്സ്, ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഉണ്ട്. ഞാൻ ചോദിച്ചു, ഡോക്ടറെ ആരുടെ ആയുസാണ് കൂടിയേ? അവർ പറഞ്ഞു, പ്രായമായവരുടെ ആയുസ് കൂടി. കാരണം അവിടെ കയ്യിലിരിപ്പ് നല്ലതായിരുന്നു. ഇന്ന് എല്ലാറ്റിനും കുറച്ചും വലിച്ചു പോവാ. ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കുന്നോ? ഇന്നിപ്പം നിങ്ങൾക്കറിയാം, ആയുസ് കൂട്ടാൻ, ആരോഗ്യം വർദ്ധിപ്പിക്കാൻ പവർ മാൾട്ട്, എന്തെങ്കിലുമൊക്കെ അറിയാത്ത പേരെനിക്ക് പറഞ്ഞു തരണം. പവർ മാൾട്ട്, കോംപ്ലാന് പറയുന്നേ, ബോൺബീറ്റ, ബൂസ്റ്റ്, ജീവൻ ടോണ്, എന്തൊക്കെയുണ്ട് അതൊക്കെയുണ്ട്. നമ്മുടെ അപ്പച്ചന്മാരുടെ കാലത്ത് ബൂസ്റ്റും ഇല്ല, കോംപ്ലാനും ഇല്ല, ഹോർലിക്സും ഇല്ല, ആകെ ചെണ്ടമുറിയൻ കപ്പ. ഇതുകൊണ്ട് അവിടെ 5-6 പേരുണ്ട്. നരച്ചവരൊക്കെ ഇന്നിപ്പോൾ 5-6 അച്ചായന്മാരുണ്ട്. ഇവരെ നോക്കി, ചെണ്ടമുറിയൻ കപ്പ കഴിച്ച അച്ചായന്മാരുടെ അപ്പച്ചന്മാരുടെ ആരോഗ്യം ഇതേ മുമ്പിയൊക്കെ പിള്ളേരിക്കുന്നുണ്ടോ? ഉണ്ടോന്ന് നോക്കി. ഭൂ നൂതിയാൽ താഴെ വീഴുന്ന പരുവ. കാരണം ഇപ്പോൾ കോംപ്ലാനും ഉണ്ട്, ബൂസ്റ്റും ഉണ്ട്, ബീവണ്ടോണും ഉണ്ട്. പക്ഷെ എല്ലാം ഡ്യൂപ്ലിക്കേറ്റാണ്. സകലവും മായം. കുടിക്കുന്ന വെള്ളം അശുദ്ധം, ശ്വസിക്കുന്ന വായു അശുദ്ധം, ഭക്ഷിക്കുന്ന ആഹാരം അശുദ്ധം, സകലവും മലിനം, സകലവും മായം. ഇവിടെ മായമില്ലാത്തതൊന്നുണ്ടെങ്കിൽ അത് ദൈവവചനം മാത്രം. ഒന്ന് കൈ ഉയർത്തിയ ശക്തിയോടെ സ്തോത്രം പറഞ്ഞു. നിങ്ങൾ ശ്രദ്ധിക്കണം സുഹൃത്തുക്കളെ, പുറത്ത് കേൾക്കുന്നവർ ശ്രദ്ധിക്കണം. ഈ അന്ത്യകാലത്തിൻ്റെ ലക്ഷണം ദ്രവ്യാർത്ഥി കൂടും. ദ്രവ്യാഗ്രഹം വർദ്ധിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ആരെ കൊന്നാലും പണം ഉണ്ടാക്കണം. നിങ്ങൾക്കറിയാം, നമുക്കറിയാവുന്ന കാര്യമൊക്കെ ഞാൻ പറയുക. ഈ അരി വാങ്ങിയ അതിനകത്ത് തന്നെ കല്ല്, അരിക്കകത്ത് കല്ല്, മുളക് പൊടിക്കകത്ത്, ആ പ്ലാസ്റ്റിക് അരിയും വന്നു കഴിഞ്ഞു, മുളക് പൊടിക്കകത്ത് ഇഷ്ടിക പൊടിച്ചിടും, മുളക് പൊടിക്കകത്ത് പാലിനകത്ത് കാരം പൊടിച്ചിടും. ഈയിടെ ആരാണ്ട് പറഞ്ഞിട്ട് നിങ്ങളുടെ ഏരിയയിലെ തേയിലയൊക്കെ ഉള്ളത്, ആരാണ്ട് പറഞ്ഞതാ സംഭവമാണ്. തേയിലക്കകത്ത് കുതിരച്ചാണകം പൊടിച്ചിടുമെന്ന്. ഈയിടെയായിട്ട് ഈ ചായയൊക്കെ കുടിക്കുമ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റാ, കുതിരച്ചാണകമായി കുടിക്കുന്നു. എല്ലാം മായം. ഞാൻ എങ്ങാണ്ട് പോയപ്പോൾ നല്ല സുന്ദരൻ മാങ്ങ നമ്മുടെ ആളുകളുടെയൊക്കെ മുഖത്ത് നോക്കിയാൽ അതുപോലെ ഇരിക്കുക. പഴയ വീട്ടിൽ കൊണ്ടുവന്ന് പൂളിയപ്പോഴല്ലേ അകത്ത് മൊത്തം പ്രശ്നമാണ്, പുറത്തൊരു കുഴപ്പമില്ല, അകത്താ പ്രശ്നം. എന്തൊക്കെ ഇട്ടായി പഠിപ്പിക്കുന്നത്. അങ്ങോട്ട് അപ്പുറത്തോട്ട് പോയാലേ അവിടെ എൻഡോസാൽപ്പാൻ ഇട്ടാ ഇങ്ങോട്ട് കയറ്റി വിടുന്നതെന്ന്. എന്താ നിന്റെ തലകറക്കം മാറാത്തേ? ഡോക്ടർമാരുടെ അവർ പറയും. മനോരമ നടത്തിയ സർവേയിൽ ഒരു നല്ല കമ്പനി ഒരു മരുന്നിറക്കുമ്പോൾ
10 കമ്പനി ഡ്യൂപ്ലിക്കേറ്റ് ഇറക്കും. ചാത്തൻ മരുന്നെന്ന് അവർ പറഞ്ഞു. 40 രൂപ വിലയുള്ള സാധനം 4 രൂപയ്ക്ക് ഇറക്കാം. അപ്പം 10 കമ്പനി ഡ്യൂപ്ലിക്കേറ്റ് ഇറക്കും. കുറേ വാങ്ങി സേവിച്ച് കഴിഞ്ഞ് നമ്മളാലും അറിയുന്നത്. അപ്പം നിനക്ക് മരുന്ന് കുറിച്ച ഡോക്ടറുടെ കുഴപ്പം കൊണ്ടല്ല, നീ സിദ്ധൌഷധമായി വാരി വിഴുങ്ങുന്ന ഗുളിക പോലും വ്യാജമാണ്. ഒരു കാര്യം ഞങ്ങൾ പറയാം, ഇനിയുള്ള കാലഘട്ടത്തിൽ മരുന്ന് കൊണ്ടൊന്നും സൗഖ്യം പ്രതീക്ഷിക്കേണ്ട. മുട്ടിന്മേൽ നിന്ന് വിടുതലേറ്റു വാങ്ങുന്ന ദൈവമക്കൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. യേശു നൽകുന്ന വിടുതൽ പൂർണ്ണമാണ്. കൈ ഉയർത്തി വാതുറന്ന് ശക്തിയോടെ സ്തോത്രം പറയാം. അതൊക്കെ ഞാൻ ചൂട് പറയും, നിങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങൾക്കറിയാമോ, ആയുസ് കുറഞ്ഞ കാലമാണ്. ഞങ്ങളൊക്കെ ഒത്തിരി ശവസംസ്കാരത്തിൽ പങ്കെടുക്കണം, ശവമടക്കം നടത്തണം. ഒരു 1-ാം തീയതി 6 വയസ്സുള്ളൊരു കുഞ്ഞിൻ്റെ ബോഡിയിൽ നിന്ന് പ്രസംഗിക്കേണ്ടി വന്നു. ഉള്ളിൽ കരഞ്ഞുകൊണ്ടാണ്, ചെയ്യാതിരിക്കാനൊക്കെ ഇല്ല. 32 വയസ്സ് പ്രായമുള്ള 3 കുഞ്ഞുങ്ങളുടെ അമ്മയുടെ ബോഡി മുമ്പിൽ ഒരിക്കൽ നിൽക്കേണ്ടി വന്നു. 42 വയസ്സ് പ്രായമുള്ള 3 കുഞ്ഞുങ്ങളുടെ അപ്പൻ്റെ ഡെഡ് ബോഡി ഒരിക്കൽ അടക്കം. അങ്ങനെ എല്ലാം ഓരോ ദിവസവും. നിങ്ങൾക്കറിയാമോ സഹോദരങ്ങളെ, ഒരു ദിവസമെങ്കിലും നീയും ഞാനും ബലത്തോടിരിക്കുന്നെങ്കിൽ നിന്റെയും എൻ്റെ മിടുക്കല്ല, തമ്പുരാൻ്റെ കരുണയാണെന്ന് ഓർക്കണം. ഇപ്പൊ കുഴഞ്ഞു വീണ് മരിക്കുകയല്ലേ, അല്ലേ? പ്രായം വല്ലതും ഉണ്ടോ? നിങ്ങൾ കണ്ടു കാണും. ഇത് ഞാൻ ഇപ്പോൾ എല്ലാവരും പലയിടത്തും ഇത് പറയുന്നുണ്ട്. ഒരു മോടെ കല്യാണം നാളെയാ. തലേ രാത്രി അപ്പൻ SI വന്ന വിരുന്നുകാരുടെ മുമ്പിൽ നിന്ന് പാട്ട് പാടുകയാണ്. ഓർക്കസ്ട്ര അടിച്ചുകൊണ്ടിരിക്കുന്നു. 2 സ്റ്റാൻസ പാടി. ഓർക്കസ്ട്ര കഴിഞ്ഞ് അടുത്ത സ്റ്റാൻസ പാടാൻ വാ തുറന്നു, കുഴഞ്ഞ് താഴേക്ക് വീണു. വെള്ളം ഒരു തുള്ളി കൊടുക്കാൻ നേരം കിട്ടിയില്ല. ഒരു ചെറുപ്പക്കാരി TV റിപ്പോർട്ട്, നിങ്ങൾ കണ്ടു കാണും, TV റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ചെറുപ്പക്കാരി, സുന്ദരിയായ, ആരോഗ്യമുള്ള, ലൈവായി പോവുക. ഇതുപോലെ അടുത്ത വാക്ക് പറയും മുമ്പ് കുഴഞ്ഞ് താഴെ വീണു. ഒരു ബാങ്ക് ഓഫീസർ സെൻഡ് ഓഫിൽ നല്ല വാക്കൊക്കെ കേട്ടിട്ട് മറുപടി പറയാൻ തുടങ്ങി, മുമ്പോട്ട് വീണു, അവിടെ തീർന്നു. കഴിഞ്ഞ ദിവസം എനിക്കൊരു വീഡിയോ ഒക്കെ പോയിട്ട് ഒരു പാസ്റ്റർ ആന്ധ്രയിലെ ഒരു ദൈവദാസൻ വിവാഹം നടത്തുക. ചെറുക്കനോട് ഉഭയസമ്മതം പറഞ്ഞു, പെണ്ണിനോട് പറയാൻ തുടങ്ങിയും ദൈവദാസൻ താഴേക്ക് വീണു. കല്യാണം പൂർത്തീകരിക്കില്ല. നീ വാരി വിഴുങ്ങുന്ന ഗുളികയുടെ ശക്തിയല്ല, നിന്നെ നോക്കുന്ന ഡോക്ടറുടെ മിടുക്കണ്ടല്ല, നീ പോകുന്ന ഹോസ്പിറ്റലിന്റെ മിടുക്കല്ല. ഇന്ന് രാത്രി സ്തോത്രം പറയാൻ കാരണം നിന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതിയിലാഞ്ഞോണ്ടാ. ഓറി ഖനമ ശഖന. കൈ ഉയർത്തി സത്യയോടെ സ്തോത്രം പറഞ്ഞ് കരമൊന്നടിച്ച് ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചേ. കുഞ്ഞെ, ഒരു ദിവസമെങ്കിലും ബലത്തോടിരിക്കുന്നെങ്കിൽ തമ്പുരാന്റെ കരുണയാണ്. എത്ര ക്യാൻസറാ. വലിയ വലിയ ഹോസ്പിറ്റലിൽ ഞങ്ങളൊക്കെ ചിലരെയൊക്കെ പ്രാർത്ഥിക്കാൻ കാണാൻ പോകും. ഡോക്ടർമാർ കണ്ണുനീരൊപ്പി ഇറങ്ങി വരുന്ന കാണാം. ഈയിടെ നിങ്ങൾ വായിച്ചോ? എല്ലാം വായിക്കുന്നല്ലേ. കേരളത്തിലെ ഒരു വലിയ രാഷ്ട്രീയ നേതാവിൻ്റെ സ്വന്തം സഹോദരൻ വ്യവസായിയാണ്. വലിയ വില കൂടിയ കാറിൽ ഒരിടത്തേക്ക് പോകുമ്പോൾ ഒരു ചെറിയ നെഞ്ചുവേദന വന്നു. അടുത്ത പ്രശസ്തമായൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ഈ വാർത്തയൊക്കെ അവസാനിക്കുന്ന ശ്രദ്ധിക്കണം. ഹോസ്പിറ്റലിലേക്ക് പ്രവേശിപ്പിച്ചു. ഡോക്ടർമാർക്ക് രക്ഷിപ്പാൻ കഴിഞ്ഞില്ല. ജീവന്റെ ഉടമസ്ഥൻ നിന്റെ ജീവനെ ചോദിച്ചാൽ ഒരു സെക്കൻഡ് ഇവിടെ നിന്നെ നിർത്താൻ ഒരു ഡോക്ടർക്കും കഴിയില്ല. നാം ആകുന്ന ദൈവത്തിൻ്റെ കരുണയാണ്. ഒരു ദിവസം മുമ്പേ ദൈവകൽപ്പന അനുസരിപ്പാൻ കഴിഞ്ഞാൽ ഭാഗ്യമാണ്. കയ്യൊന്നുയർത്തിയാടി സ്തോത്രം പറഞ്ഞ് ഞാൻ വലിയൊരു യോഗത്തിന് പ്രസംഗിക്കുകയാണ്. ഒരു സഹോദരി മോളിനെയും കൊണ്ട് വന്നു പ്രാർത്ഥിക്കാൻ. അത് അമ്മയും മോനുമാന്ന് പറയില്ല, ആങ്ങളെയും പെങ്ങളെയും പോലെ ഇരിക്കും. മോളെ ഫിലിം സ്റ്റാറിനെ പോലെ കൊച്ചൻ. ഞാൻ ചോദിച്ചാൽ അത് ആരാ? അവർ പറഞ്ഞു എൻ്റെ മോനാ, ഒറ്റ മോനേ ഉള്ളൂ. എന്നാ അസുഖം? എൻ്റെ മോന് തലച്ചോറിൽ ക്ഷയം. ഞാൻ ആദ്യം കേൾക്കുക, തലച്ചോറിൽ ക്ഷയം. വേറെടുത്തൊരു ചെറുപ്പക്കാരൻ എംടെക്കുകാരൻ പറഞ്ഞു എൻ്റെ മജ്ഞ ക്ഷയിക്കുന്നു. വേറൊരാൾ പറഞ്ഞു അകാലം നര. ഇതൊക്കെ കേട്ടിട്ടുണ്ടോ? അകാലത്തിൽ വൃത്തനാകുക. 30 വയസ്സുള്ളവൻ 90-കാരനെ പോലെ ശരീരം ചുക്കുന്നു. ഇതൊക്കെ രോഗങ്ങളാണ് ഞാൻ പറയുന്നത്, മരുന്ന് കണ്ടെത്താത്ത അസുഖങ്ങൾ. ഒന്നുകൂടെ ഞാൻ പറയാം, രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിന്റെ പ്രിയപ്പെട്ടവളെ ബലത്തോട് കാണുമ്പോൾ സ്തോത്രം പറയണം. നിന്റെ പ്രിയപ്പെട്ടവനെ ബലത്തോട് കാണുമ്പോൾ സ്തോത്രം പറയണം. നിന്റെ കുഞ്ഞിനെ ബലത്തോട് കാണുമ്പോൾ സ്തോത്രം പറയണം.
ഒരു ദിവസമെങ്കിലും ആരോഗ്യത്തോട് ബലത്തോട് സ്തോത്രം പറയാൻ കഴിയുന്നെങ്കിൽ നിന്റെ മിടുക്കല്ല, തമ്പുരാന്റെ കരുണയാ. എല്ലാ തരങ്ങളെ ചലിപ്പിച്ച് കരങ്ങൾ അടിച്ച ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം പറയൂ. വിശുദ്ധ ബൈബിൾ പറയുന്ന യഹോവേ, ജീവനും കൃപയും നീ എനിക്ക് നൽകി, നിന്റെ കടാക്ഷം എൻ്റെ ശ്വാസത്തെ പരിപാലിക്കുന്നു. പാസ്റ്റർ ബീമോനച്ചൂടെ പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ കാണാ ദൈവത്തിന്റെ കരം എൻ്റെ ശ്വാസം അകത്തേക്ക് തള്ളിക്കൊണ്ടിരിക്കുക. ഒരു തവണ ദൈവകരം എൻ്റെ ശ്വാസം അകത്തേക്ക് തള്ളിയില്ലെങ്കിൽ ഞാനിവിടെ പിടഞ്ഞു വീഴും. 100 ഡോക്ടർമാർ ഇവിടെ ഉണ്ടെങ്കിലും അവർക്ക് എന്നെ സഹായിക്കാൻ കഴിയില്ല. ദൈവത്തിന്റെ കരുണയാണ് കുഞ്ഞെ. ആയുസ് കുറഞ്ഞ ലോകം. ഞാൻ പറയുന്നത് അല്പം ബുദ്ധിമുട്ടാണെങ്കിലും നിങ്ങൾ ഉൾക്കൊണ്ടേ കഴിയൂ. ഈ പാപലോകത്തിൽ, ഈ ദുഷ്ടലോകത്തിൽ ഏത് നിമിഷം ഒരു ഡോക്ടർ നിങ്ങളോട് പറയാം നിങ്ങളെ ബാധിച്ചതൊരു മാരക രോഗം. ഏത് നിമിഷവും നിങ്ങൾ ഞാൻ ഈ ലോകത്തേക്ക് യാത്ര പറയാം. പക്ഷേ മൺകൂടാരം പോയാലും വിൺകൂടാരം എനിക്കൊന്ന് സ്വർഗത്തിലുണ്ടെന്ന് തൻ്റെ ഇടമുള്ള ദൈവമക്കൾക്കായി സ്തോത്രം. ആ ഉറപ്പ് നിങ്ങൾ പ്രാപിക്കാനാണ് ഞങ്ങൾ യോഗം വെച്ചത്. സന്തോഷത്തോടെ ദൈവത്തിന് സ്തോത്രം പറയാം. ഭാഷ വായിക്ക് 6-ാം അധ്യായം 3-ാം വാക്യം. ആയുസ് പറഞ്ഞ കാലം 5-ാം വാക്യം വായിച്ചാട്ട്. 5-ാം വാക്യം ഉൽപ്പത്തി 6:5. ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്നും അവന്റെ ഹൃദയവിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതത്ര എന്നും യഹോവ കണ്ടു. മനുഷ്യന്റെ ഹൃദയ നിരൂപണങ്ങൾ പോലും ദോഷമുള്ള കാലം. അതാണ് ആ കാലത്തിൽ. അതൊക്കെ വളരെ പ്രത്യേകതയാണ്. ഹൃദയ നിരൂപണം, ആരെയും വിശ്വസിക്കാൻ കഴിയാത്ത കാലം, ഹൃദയത്തിൻ്റെ കാപഠ്യം വർദ്ധിക്കുന്ന കാലം. ഒരു വീട്ടിലൊരു പെണ്ണുമ്പുള്ള 6 സൈനൈഡ് കൊടുത്തു പോകുന്നില്ലേ? എങ്ങനെ ഒക്കും? സ്വന്തം ഭർത്താവിനെ, സ്വന്തം കുഞ്ഞിനെ, അതവർ മാത്രമാണ്. നമ്മൾ ഓരോ സംഭവം ഇപ്പോഴും കണ്ട് മറക്കുക. അങ്ങ് എത്ര നീചമായിട്ടാണ്, എത്ര ക്രൂരമായിട്ടാണ്. ഒരു അമ്മ, നമ്മൾ കഴിഞ്ഞ വർഷം നടന്ന ഈ കൊട്ടിയത്ത് ഒരു മോനെ അപ്പൻ്റെ വീട്ടിലൊന്ന് പോയെന്നും പറഞ്ഞ് അടിച്ചിട്ട് കൊന്നിട്ട് ചിരട്ടയെല്ലാം കൂടെ കൂട്ടിയിട്ട് പച്ചയ്ക്ക് കത്തിച്ചെന്ന് ഒരമ്മ ചെയ്തതാ. വേദോസം ചോദിച്ചു, പെറ്റതള്ള തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? അന്ന് സംശയമായിരുന്നു. മറക്കും. മറന്നാലും മറക്കാത്ത ഒരുവനുണ്ട്. ശക്തിയോടെ ദൈവത്തെ സ്തുതി ചെയ്യും. ഹൃദയ നിരൂപണം ദോഷമുള്ള കാര്യം. ഈ ഒരു 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 വണ്ടി ഓവർടേക്ക് ചെയ്തെന്നും പറഞ്ഞ് അവനെ ഇത് ചെയ്ത് ചേസ് ചെയ്ത് പിടിച്ചിട്ട് തെള്ളി താഴെ ഇട്ടിട്ട് അതിനെ മണ്ടക്കൂടെ കയറ്റി അരച്ച് കളഞ്ഞെന്ന്. ചെറിയ ചെറിയ കാര്യം, വണ്ടി അങ്ങോട്ട് മുട്ടി താട്ടി അതിനെ കുത്തിയാൻ കൊല്ലുക, വെട്ടി നുറുക്കുക, ഇങ്ങനെയൊക്കെ ഇപ്പോൾ നമ്മൾ കണ്ടില്ലേ. 2 രൂപ ബാലൻസ് കൊടുത്തില്ല. ഇതൊക്കെ ഈ കാലത്ത് സംഭവിക്കുന്ന നിങ്ങൾ കേൾപ്പിക്കുക. 5 രൂപ ബാലൻസിന് തർക്കത്തിന് വെട്ടിയാൻ കൊല്ലുക. അപ്പം ഞാൻ ഈ കൊച്ചുങ്ങളോടൊക്കെ പറഞ്ഞു, നിങ്ങളോടുമാണ് പറയുന്നത്, ഈ റോഡിലൂടെയൊക്കെ മര്യാദയ്ക്ക് പോയാലും നമ്മളെ വിടില്ല. കാരണം ഇവൻ്റെ എല്ലാം കൈ വടിവാളും കൊണ്ട് നടക്കുക. കാരണം മൃഗങ്ങളിറങ്ങി നടക്കുക. ഇപ്പം മൃഗങ്ങളെന്ന് പറഞ്ഞാൽ അവരുടെ നാണം കിടും. ഒരു മൃഗവും ഇങ്ങനെ ചെയ്യത്തില്ല. സൂക്ഷിച്ച് കുഞ്ഞെ പൊക്കോണേ, ഒരു വാക്കും പറയാൻ പോകരുത്. ഇവൻ്റെ എല്ലാം കൈ വടിവാളാണ്. കാരണം അത്ര ദുഷ്ടത. ഹൃദയ നിരൂപണങ്ങൾ പോലും എന്ത് നിഷ്ഠൂരതയാണ്. വേദവസം പറഞ്ഞ് നിഷ്ഠൂരന്മാരാകും, വാത്സല്യമില്ലാത്തവരാകും, കനിവറ്റവരാകും. ഈ വചനം പറഞ്ഞതൊക്കെ നിവർത്തിയ, ഈ വചനം പറഞ്ഞൊക്കെ നിവർത്തിക്കപ്പെടുക. യേശു മടങ്ങി വരാറായി, കഥകളെ ധ്വനിക്കാറായി, വിശുദ്ധർ ഉയർക്കാറായി. വിശ്വസിക്കുന്നവർ കരമാട്ടി സ്തോത്രം പറഞ്ഞാണ്. നിഷ്ഠൂരത അതൊക്കെ പിന്നെ വരാം. പാവപ്രവൃത്തി, ഹൃദയ നിരൂപണം പോലും ദോഷമുള്ള കാലം. എന്താ ഈ നിരൂപണം ദോഷമുള്ളെന്ന് പറഞ്ഞാൽ? ഈ പണ്ടത്തെ കാലത്ത് പാപമെന്ന് പറഞ്ഞതൊന്നും ഇപ്പോൾ അത് പാപമേ അല്ല. പറഞ്ഞില്ലേ, ഇപ്പോൾ എന്തല്ലോ ഗെറ്റ് ടുഗദർ, അതിനെന്താ പറഞ്ഞത്, ലിവിങ് ടുഗദർ, ഒന്നിച്ചങ്ങ് കണ്ടു ഒരുത്തൻ്റെ കൂടെ കഴിയുക. ഈ പെൺപിള്ളേർക്കൊക്കെ എന്തോ ഉത്സാഹമാണെന്നറിയോ, പിന്നെ അങ്ങ് പോവുക. ഈ പീഡനം എന്നൊക്കെ പറഞ്ഞ് കേട്ടില്ലേ? അപ്പോൾ അങ്ങനത്തെ ഒരു കാലം വന്നിരിക്കും. അതൊക്കെ അങ്ങ് പൊക്കോട്ടെ. ഈ ടി വിയിൽ എന്താ ഈ കാണുന്നത്? ടി വിയിൽ എന്താ കാണുന്നത്? പണ്ടൊക്കെ എന്തോ അറപ്പും വെറുപ്പും ഒക്കെ ആയിരുന്നു. ഇന്ന് അതൊന്നും അറപ്പും വെറുപ്പും അല്ല. പുറത്ത് കേൾക്കുന്ന സുഹൃത്തുക്കളെ, ഒരു വാക്യം ഞാൻ വായിച്ചു കേൾപ്പിക്കാം. യെശയ്യാ പ്രവചനം, പാസ്റ്റർ അതുകൊണ്ടോ 3-ാം അധ്യായം 9-ാം വാക്യം വായിച്ചാട്ട്. യെശയ്യാ പ്രവചനം 3-ാം അധ്യായം 9-ാം വാക്യം വേഗത്തിൽ വായിച്ചാട്ട്. അവരുടെ മുഖഭാവം അവർക്ക് വിരോധമായി സാക്ഷീകരിക്കുന്നു. അവർ സോദം പോലെ തങ്ങളുടെ പാപത്തെ പരസ്യമാക്കുന്നു. അവർ സോദം പോലെ തങ്ങളുടെ പാപത്തെ പരസ്യമാക്കുന്നു. അതിനെ പാപം മറയ്ക്കാതെ പരസ്യമാക്കുന്ന ഒരു കാലത്ത് നമ്മൾ ജീവിക്കുന്നു. അതായത് മുട്ടുസൂചി മുതൽ കമ്പ്യൂട്ടർ വരെ വിൽക്കാൻ, ആപ്പിൾ വിൽക്കാനായാലും എന്തിനാ പെണ്ണുങ്ങൾ തുണിയില്ലാതെ നിൽക്കേണ്ട കാര്യം തന്നെ. ഇവിടെ കൂടെ പോകുമ്പോൾ ടയറിൻ്റെ പരസ്യം ഇതൊരു പെണ്ണിനെ അല്പവാസം ധരിപ്പിച്ച് നിർത്തിയേക്കുക. നിങ്ങളെല്ലാം ഇങ്ങനെ നോക്കുന്ന തന്നെ. നിങ്ങളുടെ ടി വിയിൽ തന്നെ ഈ മഞ്ഞ് പറയുന്നത് പിള്ളേരെ കാണി ഇങ്ങനെ നോക്കിയിരിക്കുന്നില്ലേ? പരസ്യത്തിന് വേണ്ടി
കമ്പ്യൂട്ടർ മുതൽ മുട്ടുസൂചി വരെ വിൽക്കാൻ അല്പാൽപ വസ്ത്രം ധരിച്ചും അല്പവസ്ത്രധാരികളായി TV-യുടെ മുമ്പിൽ ആക്ട് ചെയ്യുവാൻ ഇവിടുത്തെ സുന്ദരി സുന്ദരന്മാർക്കും പരസ്യ മോഡലുകൾക്ക് നാണമില്ല. ഈ ഗദരദേശത്തെ ഭൂതരസ്ഥന് സൗഖ്യം വന്നപ്പോൾ എന്താ വെച്ചാൽ ആദ്യം അന്വേഷിച്ചേ? ഉറക്കെ പറ. വസ്ത്രം. അപ്പൊ വസ്ത്രധാരണത്തിൽ കാണിക്കുന്ന അലംഭാവം ലഗ്യോൺ ബാധയാ. ഇവിടുത്തെ സിനി ആർട്ടിസ്റ്റുകൾക്കും പരസ്യ മോഡലുകൾക്കും ലഗ്യോൺ കയറിയിരിക്കുക. ലഗ്യോൺ. പാഷന്റെ പേരിൽ കുഞ്ഞെ നീ അത് അഡോപ്റ്റ് ചെയ്യരുത്. 2 അഭിഷേകങ്ങൾ ഇവിടെ വ്യാപരിക്കുന്നു. 1 ദൈവിക അഭിഷേകം, 2 സാത്താന്യ അഭിഷേകം. ആർക്കുള്ളവരെന്ന് തെളിയുന്ന ദിനമാണിത്. നീ സാത്താന്യ അഭിഷേകത്തിൽ പെട്ടു പോകരുത്. ശക്തിയോടെ കൈ ഒന്നടിച്ച് സന്തോഷത്തോടെ സ്തോത്രം പറയൂ. ഹല്ലേലൂയ. മനുഷ്യന്റെ ഹൃദയ നിരൂപണങ്ങൾ പോലും ദോഷമുള്ള കാലം. ഇനി 11-12 വാക്യങ്ങൾ. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 11-12 വാക്യങ്ങൾ വേഗത്തിൽ വായിച്ചാട്ട്. എന്നാൽ ഭൂമി ദൈവത്തിന് മുമ്പാകെ വഷളായി. ഭൂമി അതിക്രമം കൊണ്ട് നിറഞ്ഞിരുന്നു. ദൈവം ഭൂമിയെ നോക്കി അത് വഷളായി എന്ന് കണ്ടു. സകല ജഡവും ഭൂമിയിൽ തന്റെ വഴി വഷളാക്കിയിരുന്നു. ഞാൻ കൺക്ലൂഡ് ചെയ്യാൻ പോകുകയാണ്. നോഹയുടെ കാലത്തിന്റെ പ്രത്യേകത ഭൂമിയിൽ വഷളത്വം നിറഞ്ഞ കാലം, അകൃത്യം നിറഞ്ഞ കാലം, പാപം നിറഞ്ഞ കാലം, ദുഷ്ടത നിറഞ്ഞ കാലം. എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? ദുഷ്ടത വലിയത്, ഹൃദയ നിരൂപണങ്ങൾ ദോഷമുള്ളത്. ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കിക്കൊണ്ട് ദൈവം അനുതപിച്ച കാലം, അവന്റെ ഹൃദയത്തിൽ ദുഃഖമായ കാലം, ഭൂമി ദൈവത്തിന് മുമ്പാകെ വഷളായ കാലം, ഭൂമി അതിക്രമം കൊണ്ട് നിറഞ്ഞ കാലം, ദൈവം ഭൂമിയെ നോക്കിയത് വഷളായെന്ന് കണ്ട കാലം, സകല ജഡവും ഭൂമിയിൽ അതിന്റെ വഴി വഷളാക്കിയിരുന്നു. സുഹൃത്തെ, പാപം പെരിയ കാലം, ദുഷ്ടത പെരിയ കാലം, അകൃത്യം പെരിയ കാലം, വഷളത്തം പെരിയ കാലം. ഇനി എന്നാ പാപം പെരുകാന, എന്നാ വഷളത്തം പെരുകാന? 1.5 വയസ്സും 2 വയസ്സും 3 വയസ്സും 4 വയസ്സും 5 വയസ്സും ഒക്കെ പ്രായമുള്ള കൊച്ചു കുഞ്ഞുങ്ങളെ കൊന്നും കൊല്ലാതെയും മാംസദാഗം തീർക്കുന്ന നര അധമന്മാരുടെ കാലം. ഞാൻ മുമ്പേ പറഞ്ഞു, ഒരു മൃഗമെന്ന് പറയാനൊക്കെ ഒരു വയോധികനായ ദൈവദാസൻ പറഞ്ഞു, ഒരു കാള ഒരു പശുവിൻ്റെ അടുക്ക ചെല്ലും, ഒരു കിടാവിൻ്റെ അടുക്ക പോകില്ല. ഇല്ല. അങ്ങനെയെങ്കിൽ ഇവിടെ 1.5 വയസ്സുള്ള കുഞ്ഞിനെ, 2 വയസ്സുള്ള കുഞ്ഞിനെ, 4 വയസ്സുള്ള കുഞ്ഞിനെ കൊന്നും കൊല്ലാതെയും മാംസദാകുന്ന അപ്പന്മാരെന്ന് പറഞ്ഞ മനുഷ്യമൃഗങ്ങൾ എന്തൊക്കെയാ കാണിക്കുന്നത്? അമ്മാച്ചന്മാരെന്താ കാണിക്കുന്നത്? പാപം പെരിയ കാലം, ദുഷ്ടത പെരിയ കാലം, വള്ളത്തം പെരിയ കാലം, ദൈവത്തിന്റെ ന്യായവിധി ഇവിടെ കിടിച്ചിറങ്ങാറായി. ഒരു കൂട്ടം ഭക്തന്മാർ ഇവിടുന്ന് പാട്ടുപാടി കടന്നുപോകാൻ പോകുന്നു. ഒന്ന് കരമടിച്ച് ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചേ. ശക്തിയോട് ഞങ്ങൾ വിളിച്ചു പറഞ്ഞാലേ ആരിത് വിളിച്ചു പറയും? സ്വന്തം പെറ്റതള്ള ഉടുതുണി മാറുമ്പോൾ മറിഞ്ഞു നിന്ന് മൊബൈലിൽ പകർത്തി കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുന്ന വഷളന്മാരുടെ കാലം. സ്വന്തം പെങ്ങൾ കുളിമുറിയിൽ കയറുമ്പോൾ ഒളിക്യാമറ വെച്ചത് പകർത്തി കൂട്ടുകാർക്ക് അയക്കുകയും പണം വാങ്ങുകയും ചെയ്യുന്ന ദുഷ്ടന്റെ കാലം. പാപം പെരിയ കാലം, ദുഷ്ടത പെരിയ കാലം, വഷളത്വം പെരിയ കാലം. ന്യായവിധി ഇറങ്ങാത്തത് ദൈവത്തിന്റെ സഭ ഇവിടുന്ന് മാറണം. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? നോഹ പെട്ടകത്തിൽ കടക്കണം. ഭൂമിയിൽ എത്ര വഷളത്തം നിറഞ്ഞാലും നോഹ പെട്ടകത്തിൽ കടക്കാതെ വെള്ളം ഇറങ്ങി വരില്ല. സോതോം വിടാതെ തീ ഇറങ്ങില്ല. പാപം പെരുകാഞ്ഞിട്ടല്ല, ദൈവത്തിന്റെ സഭ ഇവിടുന്ന് മാറാത്തത് കൊണ്ട്. എന്നൂടെ ശക്തിയോടെ എല്ലാ കരങ്ങളും അടിച്ച് ദൈവത്തെ സ്തുതിച്ചാൽ. പാപം പെരിയ കാലം, ദുഷ്ടത പെരിയ കാലം, വഷളത്വം പെരിയ കാലം, അകൃത്യം പെരിയ കാലം. എന്നാൽ ഈ കാലത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. വായിച്ചാട്ട് പാസ്റ്റർ ഉൽപ്പത്തി 6:8 വായിച്ചാട്ട്. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 8-ാം വാക്യം വായിച്ചാട്ട്. ഉൽപ്പത്തി 6:8 വേഗത്തിൽ വായിച്ചാട്ട്. എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. എല്ലാ കൈയും ഒന്ന് ഉയർത്തിപ്പിടിച്ചു പറഞ്ഞേ, എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. നോഹയുടെ കാലത്തിന് മറ്റൊരു പ്രത്യേകത, അത് പാപം പെരിയ കാലമായിരുന്നു, ദുഷ്ടത പെരിയ കാലമായിരുന്നു, വഷളത്വം പെരിയ കാലമായിരുന്നു, അകൃത്യം പെരിയ കാലമായിരുന്നു. എന്നാൽ ഈ കാലത്തിന് മറ്റൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. നോഹയ്ക്ക് കൃപ ലഭിച്ച കാലം. നമ്മുടെ കാലവും ആ കാലം പോലെ ആയിരിക്കുന്നു. പാപം പെരിയ കാലം, ദുഷ്ടത പെരിയ കാലം, വഷളത്വം പെരിയ കാലം, അകൃത്യം പെരിയ കാലം. എന്നാൽ ഈ കാലത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. കൃപ വേണ്ടവനെ ദൈവം കൃപയാൽ നിറയ്ക്കുന്ന കാലം, അഭിഷേകം വേണ്ടവനെ അഭിഷേകത്താൽ നിറയ്ക്കുന്ന കാലം, ശക്തി വേണ്ടവനെ ശക്തിയാൽ നിറയ്ക്കുന്ന കാലം. കരമടിച്ച് ആരാധിച്ചു തുടങ്ങുക. നീ വാ തുറക്കാൻ തയ്യാറാണോ? നിന്റെ വായിൽ ദൈവം വചനം തരുന്ന കാലം. നീ കൈനീട്ടാൻ തയ്യാറാണോ? സൗഖ്യം വ്യാപരിക്കുന്ന കാലം. നീ ശാസിക്കാൻ തയ്യാറാണോ? ദുഷ്ടാത്മ വ്യാപാരം വിട്ടുമാറുന്ന കാലം. കരമടിച്ച് ശക്തിയോടെ ആരാധിക്കൂ.
ഈ രാത്രി കൃപ വേണ്ടവന് കൃപ, അഭിഷേകം വേണ്ടവന് അഭിഷേകം, ശക്തി വേണ്ടവന് ശക്തി. ഹല്ലേലൂയ. ദൈവാത്മ വ്യാപാരം വേണ്ടവന് ഇന്ന് രാത്രി ദൈവാത്മ വ്യാപാരം. പാപം പെരുകിയിടത്ത് കൃപ അത്യന്തം വർദ്ധിച്ചിരിക്കുന്നു. സഹോദരങ്ങളെ, നമ്മുടെ കാലം പാപം പെരിയ കാലമാണ്, ദുഷ്ടത പെരിയ കാലമാണ്, അകൃത്യം പെരിയ കാലമാണ്. പക്ഷെ നിങ്ങൾക്കറിയാമോ, നമ്മുടെ കാലത്താണ് ഏറ്റവും അധികം ആളുകൾ സുവിശേഷം കേൾക്കുന്നത്. നമ്മുടെ കാലത്താണ് ഏറ്റവും അധികം ആളുകൾ മാനസാന്തരപ്പെടുന്നത്. നമ്മുടെ കാലത്താണ് ഏറ്റവും അധികം ആളുകൾ സ്നാനപ്പെടുന്നത്. നമ്മുടെ കാലത്താണ് ഏറ്റവും അധികം ആളുകൾ അഭിഷേകം പ്രാപിക്കുന്നത്. നിങ്ങൾക്ക് സന്തോഷമില്ലല്ലോ സ്തോത്രം പറയാൻ? ഹല്ലേലൂയ. നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. എന്തിനാണ് നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചത്? കേറിക്കിടന്നുറങ്ങാനല്ല. കൃപ ലഭിച്ചവന് ജോലി കൂടുതലാ. അതല്ലയോ ഞങ്ങളിങ്ങനെ ഓടുന്നേ. എഴുന്നേറ്റ് നിൽക്കാൻ വയ്യാതായി വരുന്നേ. അടുത്തിരിക്കുന്ന ആളോട് സ്തോത്രം പറയാൻ വയ്യാത്ത ശബ്ദമില്ലാതായി വരുന്നേ. സ്തോത്രം. മൈക്കിന്റെ വച്ചേ നിങ്ങളുടെ പ്രാർത്ഥന. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ കൃപ. ഒന്ന് സ്തോത്രം പറഞ്ഞേ. കൃപ ലഭിച്ചവന് ജോലി കൂടും. കൃപ ലഭിച്ച ഉറക്കം കൂടുകയല്ല, ജോലി കൂടും. ഇതിപ്പം കൃപ ലഭിച്ചവർക്ക് ഇപ്പോൾ ഉറക്കം കൂടിയേക്കുക. കൺവെൻഷന് വന്നാലും ഇരുന്ന് അങ്ങ് ഉറങ്ങുക. പിന്നെ നമ്മൾ പെന്തക്കോസ്തുകാർക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഉറങ്ങി താഴെ വീണാലും എഴുന്നേറ്റ് വരുമ്പോൾ 2 സ്തോത്രം കൊണ്ടേ വരുത്തുള്ളൂ. സൂത്രത്തിൽ 2 സ്തോത്രം. ഇത് കേൾക്കുമ്പോഴേ അറിയണം അമ്മച്ചി 3-ാം സ്വർഗത്തോളം എടുത്തിട്ട് വരിക. ഇവിടെ കാകളനാദത്തെക്കുറിച്ച് പറയുമ്പോൾ നീ ഉറങ്ങിയ കാകളം ധ്വനിക്കുമ്പോൾ നീ കറങ്ങത്തേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. കൃപ ലഭിച്ചവന് ജോലി കൂടി. സ്തോത്രം, സ്തോത്രം. എന്താ ജോലി കൂടിയേ? പ്രസംഗിക്കണം, പെട്ടകം പണിയണം. പ്രസംഗിക്കണം, പെട്ടകം പണിയണം. കൃപ ലഭിച്ചവനൊക്കെ ജോലി കൂടും. നിങ്ങളുടെയൊക്കെ ജോലി ദൈവം കൂട്ടിത്തരാൻ പോവാ. പറ സ്തോത്രത്തോട് പറ, എൻ്റെ ജോലി കൂടാൻ പോവെന്ന് പറ. സന്തോഷത്തോടെ കരമടിച്ച് പറ, കർത്താവിൻ്റെ ജോലി കൂട്ടിത്തരാൻ പോവാ. പ്രസംഗിക്കണം, പെട്ടകം പണിയണം. ഇനിയും വളരെ ശ്രദ്ധിച്ചിരുന്നോണം. അടുത്ത 10-15 മിനിറ്റ് പെട്ടെന്ന് നിർത്തും ഞാൻ. എന്താ പ്രസംഗിക്കേണ്ടത്? നോഹയുടെ പ്രസംഗ വിഷയം 1, പാപം പെരുകിയ, ദുഷ്ടത പെരുകിയ, വഷളത്വം പെരുകിയ ഈ ലോകത്തെ ന്യായം വിധിപ്പാൻ നീതിയുള്ള ന്യായാധിപതി ഇറങ്ങി വരാൻ പോകുന്നു. 2ാമത്തെ പ്രസംഗ വിഷയം, രക്ഷപ്പെടാൻ ഇപ്പോൾ മാർഗമുണ്ട്. ഇതാ പെട്ടകം റെഡിയായി നിൽക്കുന്നു. ഈ യുണൈറ്റഡ് പെന്തക്കോസ്റ്റ് ഫെലോഷിപ്പ് അങ്ങനല്ലേ, അല്ലെ, പ്രയർ മൂവ്മെന്റിന്റെ കൺവെൻഷന്റെ അവസാന രാത്രിയിൽ ഞങ്ങൾ കുമളി 6-ാം മൈൽക്കാരോട് വിളിച്ചു പറയുന്നു, ഞങ്ങൾക്ക് പ്രസംഗിപ്പാനുള്ള കാതലായ 2 വിഷയം. 1, പാപം പെരുകിയ, ദുഷ്ടത പെരുകിയ, അകൃത്യം പെരുകിയ ഈ ലോകത്തെ ന്യായം വിധിപ്പാൻ നീതിയുള്ള ന്യായാധിപതിയായ നസ്രയനായ യേശു ക്രിസ്തു ഇറങ്ങി വരാൻ പോകുന്നു. ശക്തിയോടെ സ്തോത്രം പറഞ്ഞാട്ട്. 2, രക്ഷപ്പെടാൻ നിങ്ങൾക്ക് ഇപ്പോൾ മാർഗമുണ്ട്. ഇന്നേക്ക് 2000-ഓളം വർഷങ്ങൾക്ക് മുമ്പ് കൽവറി കുലമരത്തിൽ കണ്ടാൽ ആളം തോന്നുമാറി വിരുവനായി, കൈകാലികൾ കാര്യം പാണികളാൽ കുത്തിത്തുളയ്ക്കപ്പെട്ടവനായി, കന്നത്തടികളേറ്റവനായി, കൈപ്പുവെള്ളം കുടിച്ചവനായി, മനുഷ്യവർഗത്തിന്റെ പാപശാപ രോഗ ദുരിതങ്ങൾ സ്വന്തം ശിരസിമേൽ വഹിച്ചുകൊണ്ട് കൽവറി പിടഞ്ഞു മരിച്ച യേശു ക്രിസ്തു എന്ന ഏക രക്ഷാപേടകം ഈ രാത്രി നിങ്ങളെ രക്ഷിപ്പാൻ ഇവിടെ റെഡിയായി നിൽക്കുന്നു. അന്നൂടെ കൈ ഉയർത്തിയാട്ടെ സ്തോത്രം. നോഹ എന്നൊറ്റ മനുഷ്യൻ ഓടി നടന്നത് പ്രസംഗിച്ചു. ഞങ്ങളും ഇത് പ്രസംഗിക്കുന്നു. നോഹ എന്തുകൊണ്ട് ഇത് പ്രസംഗിച്ചു? 1, നോഹ വിശ്വസിച്ചു, ദൈവം പറഞ്ഞത് അതുപോലെ സംഭവിക്കും. 2, നോഹ ആഗ്രഹിച്ചു, ജനം പെട്ടകത്തിൽ കയറണം, ജനം രക്ഷപ്പെടണം. 3, രക്ഷപ്പെടാൻ ഒരൊറ്റ മാർഗമേ ഉള്ളായിരുന്നു, പെട്ടകത്തിൽ കടക്കുക. മനസ്സിലായെങ്കിൽ ഒന്നുകൂടെ ശക്തിയോടെ സ്തോത്രം പറയാം. സഹോദരങ്ങളെ, ഞങ്ങൾ എന്തുകൊണ്ട് സുവിശേഷം പ്രസംഗിക്കുന്നു? ഈ 3 കാര്യം. 1, ഞങ്ങൾ വിശ്വസിക്കുന്നു, ദൈവം പറഞ്ഞതുപോലെ സംഭവിക്കും. 2, ഞങ്ങൾ ആഗ്രഹിക്കുന്നു, നിങ്ങൾ വിടുവിക്കപ്പെടണം. 3, രക്ഷപ്പെടാൻ ഒരൊറ്റ മാർഗമേ ഉള്ളൂ. ഒന്നുകൂടെ വിശദമാക്കാം. മഴ പെയ്യാത്ത കാലത്ത് മഴ പെയ്ത് ലോകം നശിക്കാൻ പോകുന്നു എന്ന് ദൈവം തമ്പുരാൻ പറഞ്ഞപ്പോൾ ആ കാലത്തെ ആളുകൾ വിശ്വസിച്ചില്ല. നോഹ പെണ്ണും പിള്ളേയും പിള്ളാരെയും പിടിച്ച് പെട്ടകത്തിൽ കയറിയിരുന്നപ്പോൾ സൈമൺ സാറിന് പാടിയ പോലെ തലയ്ക്ക് വട്ടാന്ന് പറഞ്ഞു. കാരണം അന്ന് വരെ ഭൂമിയിൽ മഴ പെയ്തില്ല, മഞ്ഞ് പൊങ്ങി നനയുകയായിരുന്നു. അപ്പം മഴ പെയ്യാത്ത കാലത്ത് മഴ പെയ്യുമെന്ന് പറഞ്ഞപ്പോൾ അവർ വട്ടെന്ന് പറഞ്ഞു. ഇതുപോലെ കാഹളം ധ്വനിക്കും,
മരിച്ചവർ ഉയർക്കും, ജീവനോട് ശേഷിക്കുന്ന രൂപാന്തരം പ്രാപിക്കും. 2000 വർഷം മുമ്പ് കാൽവറി കുരിശിൽ മരിച്ചു ഉയർത്ത യേശു മടങ്ങി വരുമെന്ന് പറയുമ്പം നിങ്ങൾ പറയും ഞങ്ങൾക്ക് വട്ടാന്ന്. എന്നാൽ ഈ രാത്രി ഞങ്ങൾ പറയാം, ആര് വിശ്വസിച്ചാരുമില്ലെങ്കിലും ഞങ്ങൾ വിശ്വസിക്കുന്നു, യേശു മടങ്ങി വരും. ശക്തിയോടെ കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാൽ ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവറിയിൽ മരിച്ച ക്രിസ്തു, കല്ലടക്കം ചെയ്യപ്പെട്ട ക്രിസ്തു, കല്ലറയെ തകർത്തുയർത്തേണ്ട ക്രിസ്തു, ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരൻ, രാജാതി രാജാവായി മടങ്ങി വരും. നിങ്ങൾ വിശ്വസിച്ചാരുമില്ലെങ്കിലും അത് സംഭവിക്കും. കാരണം വേദപുസ്തകം ഇതുവരെ പറഞ്ഞ് സംഭവിച്ചെങ്കിൽ ഇനിയുള്ളത് സംഭവിക്കും. 2, ഞങ്ങൾ ആഗ്രഹിക്കുന്നു ജനം വിടുവിക്കപ്പെടണം. ഈ ദൈവദാസന്മാരെ നിങ്ങൾ ആട്ടിയിറക്കുമ്പോഴും വീണ്ടും ലഘുലേഖയായി വരില്ലേ? ഈ തൊണ്ട കീറി വിളിച്ചു പറയാൻ കാര്യമേ, നിങ്ങൾ നശിക്കരുത്, നിങ്ങൾ നഷ്ടപ്പെടരുത്. പ്രാണൻ പോകും മുമ്പ് ആത്മകാര്യം ശരിയാക്കണം. സുവിശേഷ യോഗത്തിന് മൈക്ക് കെട്ടുമ്പോഴേ ചില ആളുകൾ പറയും, അമേരിക്കക്കാരുടെ കാശ് വാങ്ങിച്ചുകൊണ്ട് നമ്മളോട് സുവിശേഷം. അമേരിക്കക്കാർക്ക് ഇപ്പോൾ ആര് കാശ് കൊടുക്കുന്നുണ്ട്? അവരിരിക്കുക. ഇത് അമേരിക്കക്കാരുടെ കാശല്ല, ഈ പാവപ്പെട്ട ദൈവമക്കളുടെ സ്വോത്ര കാഴ്ചയാ. ഇത് പിരിച്ച് ഞങ്ങൾ സുവിശേഷ യോഗം നടത്തുന്നത് നിങ്ങൾ വിടുവിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നു. സന്തോഷത്തോടെ കൈയടിച്ച് സ്തോത്രം പറഞ്ഞേ. 3 അതിപ്രധാനമാ. നോഹയുടെ കാലത്ത് രക്ഷപ്പെടാൻ ഒരൊറ്റ മാർഗമേ ഉള്ളായിരുന്നു, പെട്ടകത്തിൽ കടക്കുക. ഞങ്ങൾ എന്തുകൊണ്ട് സുവിശേഷം പ്രസംഗിക്കുന്നു? ഈ ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മുകളിൽ രക്ഷിക്കപ്പെടുവാൻ യേശു എന്ന നാമമല്ലാതെ കൈ ഉയർത്തി വാതുറന്ന് പറ, മറ്റൊരു നാമമില്ല, യേശു എന്ന നാമം മാത്രം. ചിലർക്ക് ഇത് ഇഷ്ടമല്ല പറയുന്നത്, പക്ഷേ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ബൈബിള് പറയുന്നു, ഈ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട വേറൊരു നാമമില്ല. 96 മൂലകം വാതകം ഇവിടെയുണ്ട്. ഓക്സിജൻ ഉണ്ട്, നൈട്രജൻ ഉണ്ട്, ഹീലിയം ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്. പക്ഷെ ശ്വസിക്കാൻ എന്നാ ഉള്ളത്? ഓക്സിജൻ മാത്രം. അതാ കറക്റ്റ്. ഉഗാണ്ടയിൽ ചെല്ല്, നൈജീരിയ ചെല്ല്, സൗത്ത് ആഫ്രിക്ക ചെല്ല്, കെനിയായി ചെല്ല്, എങ്ങും പോകണ്ട. ഇവിടെ നിൽക്കുക. അരി ചോറാകാൻ എന്നാ ചെയ്യണം? വെള്ളത്തിൽ കഞ്ഞി വെക്കണം. ഞാൻ പറഞ്ഞു തരണമെന്ന് തോന്നി ഇരിപ്പ് കണ്ടിട്ട്. ഇവിടുത്തെ ക്രിസ്ത്യാനികൾ വെള്ളത്തിൽ കഞ്ഞി വെക്കുന്നതുകൊണ്ട് ഞങ്ങൾ മുസ്ലിങ്ങൾ മണ്ണെണ്ണയിലെ കഞ്ഞി വെക്കത്തുള്ളെന്ന് പറഞ്ഞാൽ കാറ്റ് പോക്കാം. ഇവിടുത്തെ ഹിന്ദുക്കൾ ഓക്സിജൻ ശ്വസിക്കുന്നതുകൊണ്ട് ഞങ്ങൾ ക്രിസ്ത്യാനികൾ കാർബൺ ഡൈ ഓക്സൈഡെ ശ്വസിക്കത്തുള്ളൂ എന്ന് പറഞ്ഞാൽ കാറ്റ് പോക്കാം. ജീവൻ നിലനിർത്തുവാൻ ഓക്സിജൻ എന്ന ഒറ്റമൂലി നൽകിയ ദൈവം, പ്രൈസ് ദി ലോർഡ്. അരി ചോറാകാൻ വെള്ളത്തിൽ കഞ്ഞി വെക്കുക എന്ന ഒറ്റമൂലി നൽകിയ ദൈവം നിനക്ക് രക്ഷപ്പെടുവാൻ, ബ്രഹ്മസായുജ്യം നേടുവാൻ, കൈവല്യം സിദ്ധിക്കുവാൻ, സ്വർഗരാജ്യ പ്രവേശനത്തിന് ഒരൊറ്റമൂലി നൽകിയിരിക്കുന്നു. അതത്രേ നാസറേയനായ യേശുവിന്റെ നാമം. ഒന്നുകൂടെ കരകളടിച്ച് സന്തോഷത്തോടെ സ്തോത്രം പറയാം. നോഹ എന്നൊറ്റ മനുഷ്യൻ ഓടി നടന്നത് പ്രസംഗിച്ചു. പക്ഷെ ആരും പെട്ടകത്തിൽ കയറിയില്ല. നമ്മുടെ ആശാരി ഉപദേശിയുടെ ഭാഷയിൽ പറഞ്ഞാൽ പരേതനായ പെട്ടകം പണിത് ആശാരി പോലും കയറിയില്ല. പക്ഷെ കണ്ടറിയാത്തവൻ കൊണ്ടറിയും. ഞങ്ങളിപ്പം പറയുന്നതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകില്ല, അറിയും. ഈ ദൈവസഭ അങ്ങ് പോയാലേ പൊടുവട ഇവിടെ പൊട്ടും, കിറുവിടെ കിറുങ്ങും, കിടുകിട കിടുങ്ങും, ഭൂമി മത്തനെ പോലെ ചാഞ്ചാടും, കാവൽ മാടം പോലെ ആടും. ഇത് ഒരു സെക്കൻഡിൽ 6 എന്ന കണക്കിന് ഭൂമി കുലുക്കം ഉണ്ടാകും. ഇവിടുത്തെ സകല പണി ഇടിഞ്ഞു പിടിഞ്ഞു താഴെ വീഴും. പ്രൈസ് ദി ലോർഡ്. അന്ന് നിങ്ങൾ അറിയും. ആരും കയറിയില്ല. അവസാനം തമ്പുരാൻ നോഹയോട് പറഞ്ഞു, നീ പെട്ടകത്തിൽ കയറി. ആരൊക്കെ കയറി? നോഹ കയറി, ഭാര്യ കയറി, മക്കൾ 3 പേര് കയറി, മരുമക്കളും കയറി. ഞാൻ അതേപ്പുറത്ത് പറഞ്ഞാൽ എഴുതിയോണ്ടങ്ങ് പറയാം. നിങ്ങൾ ചോദിച്ചാൽ പുസ്തകം തരാനുമില്ല എൻ്റെ. അപ്പം ഞാൻ എഴുതി, ഈ നോഹയും ലോത്തും തമ്മിലുള്ള വ്യത്യാസം. ലോത്ത് ഓടി നടന്നു, പെണ്ണുമ്പിളെ രക്ഷിക്കാനത്തില്ല, മക്കളെയും രക്ഷിക്കാനത്തില്ല, മരുമക്കളെയും രക്ഷിക്കാനില്ല. ഈ ദൈവദാസനായ നോഹ പ്രസംഗിച്ചു, ആരും പെട്ടകത്തിൽ കയറിയില്ല. പക്ഷെ അവൻ്റെ ഭാര്യ കയറി, മക്കൾ 3 പേര് കയറി, മരുമക്കൾ കയറി. എല്ലാ പ്രസംഗികരും, എല്ലാ പ്രവാചകരും, എല്ലാ എഴുത്തുകാരും അറിയണം, ലോകം മുഴുവൻ ഓടി നടന്ന് പ്രസംഗിച്ച് ആരെയും രക്ഷിക്കാൻ കഴിഞ്ഞില്ലേലും കുറഞ്ഞപക്ഷം നിന്റെ പെണ്ണും പിള്ളയും പിള്ളാരുമെങ്കിലും ഈ പെട്ടകത്തിൽ കാണണം. അതൊരു ദൂത. നമ്മുടെ തലമുറ ഇതിനകത്ത് കാണണം, നിന്റെ സന്താനം ഇതിനകത്ത് കാണണം. ഒന്ന് ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചേ. അയ്യോ, നമ്മൾ ഈ കൺവെൻഷനൊക്കെ നടത്തിയിട്ട് തലമുറ ഇതിനകത്ത് ഇല്ലാതെ വരരുത്. സ്തോത്രം. ഞാൻ ആ ഭാഗം എടുത്തില്ല. ഈ നോഹയ്ക്ക് പേരിട്ടത് ഇവൻ നമ്മെ ആശ്വസിപ്പിക്കും.
അതവിടെ ദർശനമായിരുന്നു. നിന്റെ തലമുറയെക്കുറിച്ച് ദർശനം കാണണം. നിന്റെ തലമുറയെക്കുറിച്ച് ദർശനം കാണണം. എന്താ ദർശനം? ഭീമോനച്ചിലൂടെ പ്രസംഗിക്കുന്ന ഒരു കർത്താവിൻ്റെ ഒരു താമസ ദൈവം നിങ്ങൾക്ക് നൽകിയ ഉദരഫലത്തിൽ ഒരുവൾ ആയിരങ്ങളോട് പ്രസംഗിക്കുന്ന ദൈവാത്മാവിൽ ദർശനം കാണണം. ശക്തിയോടെ കൈകളടിച്ച് ദൈവത്തെ സ്തുതിച്ചാൽ നോഹ പ്രസംഗിച്ചു. ആരും പെട്ടകത്തിൽ കയറിയില്ല. അവസാനം ദൈവം തമ്പുരാൻ പറഞ്ഞു, മതി മോനെ, പ്രസംഗം നിർത്ത്, നീ പെട്ടകത്തിൽ കയറ്. എൻ്റെ മുഖത്തോട് നോക്കൂ. നോഹയും ഭാര്യയും പിള്ളേരും പെട്ടകത്തിൽ കയറി. മഴ പെയ്യാത്ത കാലത്ത് മഴ പെയ്യുമെന്നും പറഞ്ഞു ഒരുത്തം പെട്ടകത്തിരിക്കുക. പരിഹാസികളുടെ സംഘം നിന്നവനെ പരിഹസിക്കാൻ തുടങ്ങി. യേശുവിന് വേണ്ടി അപമാനം സഹിക്കുന്ന ചിലർ ഇതിനകത്തുണ്ട്. അവർക്കാ ഞാൻ ദൈവത്തിന് സ്തോത്രം പറയും. അവസാനം എൻ്റെ മുഖത്തോട് ഇനി നോക്കിയിരിക്കണം. ഒരു ദിവസം രാവിലെ നോഹ നോക്കിയപ്പോൾ പെട്ടകത്തിന് മുമ്പിൽ വലിയൊരു ക്യൂ. എന്താ ക്യൂ? ആനയുണ്ട്, കടുവയുണ്ട്, സിംഹമുണ്ട്, പുള്ളിപ്പുലിയുണ്ട്, മ്ലാവുണ്ട്, മുയലുണ്ട്. വിശേഷ ബുദ്ധിയുള്ള മനുഷ്യൻ അനുസരിക്കാതെ വന്നപ്പോൾ വിശേഷ ബുദ്ധിയില്ലാത്ത മൃഗങ്ങൾ പെട്ടകത്തിന് മുമ്പിൽ ക്യൂ നിൽക്കാൻ തുടങ്ങി. ഇതൊന്നും തമാശയൊന്നുമല്ല. ഇപ്പം എക്സ്കവേറ്റേഴ്സ് പറഞ്ഞു കഴിഞ്ഞു ഇത് സംഭവിക്കും. കൊടുങ്കാറ്റ് വരാൻ തുടങ്ങുമ്പോൾ കൂട്ടത്തോട് മൃഗങ്ങൾ പാലായനം ചെയ്യും. ഭൂമി കുലുക്കം ഉണ്ടാകാൻ തുടങ്ങുമ്പോൾ സർവശക്തൻ അവർക്ക് അറിയിപ്പ് കൊടുക്കുമെന്ന്. ഇവനെല്ലാം ഓടും. ഇതെല്ലാം അവർ കണ്ടുപിടിച്ച് കഴിഞ്ഞു, ഓടിപ്പോവും. അങ്ങനെ ഓടിപ്പോയി. ഈ നോഹയുടെ കാലമൊക്കെ റെഡിയാന്ന് ഇപ്പം മനസ്സിലായല്ലോ. നമ്മുടെ ഇവിടെ വെള്ളം പൊങ്ങിയപ്പോൾ ഇവിടെ നിന്നൊക്കെ അരിയും സാധനം കൊണ്ട് പോകേണ്ടി വന്നില്ലേ? അച്ചായന്മാരൊക്കെ മണ്ടയ്ക്ക് ഇരിക്കേണ്ടി വന്നില്ലേ? 10 ദിവസം മഴ പെയ്തപ്പോൾ ഇങ്ങനെയാണ് ഭൂമിയുടെ ഉറവ തമ്പുരാൻ സ്വിച്ച് ഓൺ ചെയ്ത് കൊടുത്തു. മേളിൽ നിന്നൂടെ വിട്ടപ്പം ഈ നോഹയുടെ കാലം സത്യമാണെന്ന് അറിയിക്കാനായി ഇപ്പോൾ വെള്ളപ്പൊക്കമൊക്കെ വന്നത്. അന്ന് എന്തോ ഒരു സന്തോഷവും ആത്മീയമൊക്കെ ആയിരുന്നു. ഇപ്പം വീണ്ടും തുടങ്ങി പഴയ പോലെയൊക്കെ. പോട്ടെ, ഞാൻ അതിൽ കിടന്നാൽ നേരം പോകത്തില്ല. അപ്പം ആനയുണ്ട്, കടുവയുണ്ട്, ഇങ്ങോട്ട് നോക്കുക, പുള്ളിപ്പുലിയുണ്ട്, മ്ലാവുണ്ട്. പെട്ടകത്തിന് മുമ്പ് ക്യൂ നിൽക്കുക. അപ്പം ഇങ്ങോട്ട് നോക്കിയേ, ഈ മൃഗങ്ങളുടെ പെട്ടക പ്രവേശനം യേശു കർത്താവിൻ്റെ മടങ്ങിവരവ് മുമ്പ് ജാതീയ മണ്ഡലത്തിൽ ദൈവം അയക്കുന്ന ആത്മീയ ഉണർവാണ് കാണിക്കുന്നത്. നിങ്ങൾക്കറിയാമോ, സൗത്ത് ആഫ്രിക്കയിലും കെനിയയിലും ലോഗ്വാൻഡയിലുമൊക്കെ അനേക ആളുകൾ കൂട്ടത്തോടെ സ്നാനപ്പെടുന്നു. അന്യഭാഷയിൽ ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുന്നു. ഒന്നുകൂടെ പറയാം, എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ തോമാശയുടെ കാലം മുതൽ പാരമ്പര്യം പറയുന്ന പല സുറിയാനികളും ഈ പെട്ടകത്തിൽ കയറാൻ അറച്ചു നിൽക്കുമ്പോൾ, മടിച്ചു നിൽക്കുമ്പോൾ, ഒരു പാരമ്പര്യം പറയാനില്ലാത്ത ഗോപാലകൃഷ്ണനും ഭാസ്കരപിള്ളയും അറബിയും നുറുദീനും കാർത്തിയായനിയും കമലാക്ഷിയും ഒക്കെ ഈ പെട്ടകത്തിനകത്ത് കിടന്ന് അന്യഭാഷയിൽ ആത്മനിറവിൽ നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിക്കുന്ന കാണുമ്പോൾ നീ മനസ്സിലാക്കുക, കാഹളം ധ്വനിക്കാറായി, പെട്ടകത്തിന്റെ വാതിലടയാറായി, യേശു മടങ്ങി വരാറായി. കൈയൊന്ന് ഉയർത്തിയാട്ടി ശക്തിയോടെ സ്തോത്രം പറഞ്ഞു. ഈ മൃഗങ്ങളുടെ പെട്ടക പ്രവേശനം ജാതീയ മണ്ഡലത്തിൽ ദൈവം അയക്കുന്ന ഉണർവിനെയാണ് കാണിക്കുന്നത്. നോഹയുടെ പെട്ടകം ദൈവസഭയ്ക്ക് സാദൃശ്യമാണ്. എങ്ങനെയാണ് ദൈവസഭയ്ക്ക് സാദൃശ്യം? ശ്രദ്ധിച്ചിരിക്കൂ. നോഹയുടെ പെട്ടകത്തിൽ എല്ലാ ജാതി മൃഗവുമുണ്ട്. ആനയുണ്ട്, കടുവയുണ്ട്, സിംഹമുണ്ട്, പുള്ളിപ്പുലിയുണ്ട്, മ്ലാവുണ്ട്, മുയലുണ്ട്. ദൈവസഭയാകുന്നത് ഒരു ജാതിയിൽ നിന്ന് പെറ്റുവരുമ്പോഴല്ല, പല ജാതിയിൽ നിന്ന് ഒരു ജാതിയായി തീരുമ്പോഴാണ്. നിങ്ങൾ കൂടുന്ന സഭയിൽ ഒരു ജാതിക്കാരെ ഉള്ളെങ്കിൽ അതിൻ്റെ അർത്ഥം നിന്റെ സഭ ദൈവസഭയല്ല. വേദവസം പറഞ്ഞ, കുഞ്ഞാടേ നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തത്താൽ സർവഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും പെട്ട് ഞങ്ങളെ നിനക്കായി വിലയ്ക്ക് വാങ്ങി. നിങ്ങൾ സ്തോത്ര ശക്തിയോട് പറയുന്നില്ലല്ലോ. വേർപെട്ട ദൈവമക്കൾ ആരാധിക്കുന്നത് ചെന്ന് നോക്ക്. അതിനകത്ത് എല്ലാ വകയുണ്ട്. കത്തോലിക്ക എന്നുണ്ട്, യാക്കോബ എന്നുണ്ട്, CSA എന്നുണ്ട്, CMS എന്നുണ്ട്, SNDP ഉണ്ട്, NSS ഉണ്ട്, എല്ലാ വകയിനകത്തുണ്ട്. ഇതെല്ലാം വന്ന് നിൽക്കുന്ന അവസാനം എവിടാ പാസ്റ്റർ? നമ്മുടെ പഴയ ആളാ, പെന്തക്കോസ്തിൽ പെട്ടത്. ഇത് അൾട്ടിമേറ്റ് റെവലേഷനാണ്. ഞാൻ പിന്നെ പറയാം, 4 എണ്ണം ഇതിനകത്ത് പോയെന്നും പറഞ്ഞാൽ 15 എണ്ണം ഇതിനകത്ത് ചാടി വീഴും. സ്വോത്രം. അപ്പം ഇതിനകത്ത് എല്ലാ ജാതി മൃഗമുണ്ട്. ദൈവസഭ എന്ന ഒരു ജാതിയിൽ നിന്ന് പെറ്റുവരുമ്പോഴല്ല, പല ജാതിയിൽ നിന്ന് ഒരു ജാതി. അതാ യഹോവ ദൈവമാ, അതാ ദൈവസഭ. അതുകൊണ്ട് നീ മനസ്സിലാക്കിക്കോണം ദൈവസഭയെ. പിന്നെ ഈ പെട്ടകത്തിൽ എല്ലാ ജാതി മൃഗമുണ്ട്. പക്ഷെ ഈ മൃഗങ്ങളെല്ലാം മാനസാന്തരപ്പെട്ട മൃഗങ്ങളായിരുന്നു. ആന കരയിലെ വലിയ ജീവിയാണ്, സിംഹം കാട്ടിലെ രാജാവാണ്. പക്ഷെ പെട്ടകത്തിനകത്ത് കിടന്ന ആനയാകൂനയാണെന്നും പറയരുത്. സ്വോത്രം പോയി പോക്ക് കണ്ടു. ആ ദൂതൂടെ കിട്ടില്ല. ശരിയായി. പെട്ടകത്തിന് പുറത്ത് സിംഹം ഒരു അമറിയാലെല്ലാം ഞെട്ടും. പെട്ടകത്തിനകത്ത് കയറി അമറരുത്. ഈ മർമ്മം അറിയ അതിനകത്ത് കയറി അങ്ങ് അമറിക്കോളൂ. സ്വോത്രം. പെട്ടകത്തിന് പുറത്ത് മാംസമുക്കായിരിക്കും.
പെട്ടകത്തിനകത്ത് സസ്യബുക്കായാലേ ഒക്കത്തുള്ളൂ. നോഹയപ്പച്ചൻ തരുന്നേം കഴിച്ച് അടങ്ങി ഒതുങ്ങി കിടന്നോണം. ഇല്ല എന്നാ പറ്റും? നോഹയപ്പച്ചൻ ചെവിക്ക് പിടിച്ച് പുറത്തെറിയും. പുറത്തിട്ടാ എവിടെ വീഴുന്നേ? വെറും വെള്ളമല്ല, ആ വെള്ളത്തിൻ്റെ പേരാണ് ന്യായവിധിയുടെ വെള്ളം. അല്ലോ മനസ്സിലാകുന്നുണ്ടോ? ദൈവസഭയ്ക്കകത്തു നീ പോയാൽ വീഴുന്ന ന്യായവിധിയുടെ വെള്ളത്തിലാണ്. പണ്ട് കാനോച്ച ഒരു കാര്യം പറഞ്ഞു. കാനോച്ച അച്ഛൻ പറഞ്ഞതാ ശരി. എന്താ അച്ഛൻ പറഞ്ഞെന്നറിയാമോ? എവിടെ കിടന്ന് മുടിഞ്ഞവനെയും പെന്തക്കോസി കൊണ്ടു നന്നാക്കാം. പെന്തക്കോസി മുടിഞ്ഞവൻ എവിടെ പോയാലും നന്നായില്ല. സത്യമല്ലേ? മെഡിക്കൽ കോളേജ് അല്ലേ കേസാ? എടാ, ഇവിടെ നന്നാത്താൻ എവിടെ പോയി നന്നാവും? നിങ്ങളുടെ തൊട്ടടുത്ത ഞാൻ ഒരു രസം, എനിക്ക് തമിഴൊന്നും അറിയില്ല, നിങ്ങൾക്കറിയാം. ഈ തമിഴ്നാട്ടിൽ നിന്നൊരു പാവപ്പെട്ട ഉപദേശി നാട്ടിൽ വന്നു. അദ്ദേഹം പ്രസംഗം എന്നപ്പോൾ നല്ല തമിഴ് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഈ ട്രാൻസ്ലേഷൻ ചെയ്യുന്ന ആൾക്ക് തമിഴൊന്നും അറിയില്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ കർത്തരുടെ വേല അവിടെ മുറ്റും മുടിച്ചിട്ട് വന്നിരിക്കുക, ഇനിയുള്ള കാലം ഇവിടെ മുടിക്കാൻ വന്നേക്കാന്ന്. ട്രാൻസ്ലേഷൻ ചെയ്ത പുള്ളി പറഞ്ഞു, പുള്ളിക്കാരൻ അവിടെ എല്ലാം മുടിച്ചു വാരി വന്നേക്കാം, ഇവിടെ മുടിക്കാൻ വന്നേക്കാന്ന്. ചിലരൊക്കെ ഇവിടെ മുടിച്ചിട്ട് അവിടോട്ട് വന്നിട്ടുണ്ട്. സോദരം, ഇവിടെ പെന്തക്കോസ് അങ്ങനൊന്നും പോകില്ലടേ. നിന്നെപ്പോലെ 250 എണ്ണം, 2500 എണ്ണം, 20,000 എണ്ണം നിന്നാലും ഇത് പോകില്ല. കാരണം ഇവിടുത്തെ ആരുടെയും വകയല്ല ഇത്. ഇത് സ്വർഗത്തിലെ ദൈവത്തിന്റെ വകയാ. കയ്യൊന്നടിച്ച് ശക്തിയോടെ സ്തോത്രം പറ. സ്തോത്രം. പിന്നെ ഈ പുറത്ത് കാടളക്കി നടക്കുന്നവനൊക്കെ ഇതിനകത്ത് വന്നിരുന്ന എന്തതിശയമേ ദൈവത്തിന് സ്നേഹം പാടുന്നു. സുബീസെ, ദൈവദാസനെ തല്ലിയവനും പകല ബർമ്മയും പാരയും വെച്ചവൻ ഇതിനകത്തിരുന്ന് എന്ത് അതിശയമേ. എന്താ കാര്യം എന്നറിയാമോ? ഇതിനകത്ത് രൂപാന്തരത്തിന് ശക്തി വ്യാപരിക്കുന്നു. ശക്തിയോടെ ദൈവത്തെ സ്വാധിച്ചേ. ഞാൻ ഈയിടെ ഒരു 100-500 പാസ്റ്റർമാരെ അവരുടെ ഫാമിലിക്ക് പലയിടത്തും പാസ്റ്റേഴ്സ് കോൺഫറൻസ് പ്രസംഗിക്കും. നമുക്ക് നല്ലൊരു ഉണ്ടായിരുന്നു അവിടെ. അപ്പം ഞാനവിടുത്തെ പാസ്റ്റർമാരോട് പറഞ്ഞു, നിങ്ങൾ ചിന്തിച്ച്, നിങ്ങൾ എഴുന്നേറ്റ് നിന്ന് ഹല്ലേലൂയ പറയുമ്പോൾ ഹല്ലേലൂയ പറയും, കൈ ഉയർത്താൻ പറയും കൈ ഉയർത്തും, കൈ ആട്ടാൻ പറയും കൈ ആട്ടും, കൈ അടിക്കാൻ പറയും കൈ അടിക്കും. നമ്മളെക്കാളൊക്കെ ഉന്നതന്മാരായിരിക്കുന്നേ. എന്നാൽ കൈ ഉയർത്താൻ പറയുമ്പോൾ കൈ ഉയർത്തുന്നതും കൈ ആട്ടാൻ പറയുമ്പോൾ ആട്ടുന്നതും നിന്നോടുള്ള ബഹുമാനം കൊണ്ടല്ല, നിന്റെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകത്തോടുള്ള ബഹുമാനം, നിന്നെ ശുശ്രൂഷയ്ക്കാക്കിയുള്ള ബഹുമാനം. ഈ പ്രസംഗപീഠത്തിൽ കയറുന്നവൻ വിചാരിക്കരുത് മുമ്പിൽ ഇരിക്കുന്നവെല്ലാം മണ്ടന്മാരാണെന്ന്. ഒന്നത്. 2, അവർ ഈ സ്തോത്രം പറയാൻ കാരണം, ഈ ഹല്ലേലൂയ പറയാൻ കാരണം അവർ രൂപാന്തരം വന്നവരാ. ഒന്നുകൂടെ കരമടിച്ച് ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം പറയാം. ഹല്ലേലൂയ. ഈ കുറുക്കച്ചാര് പെട്ടകത്തിൽ കിടക്കാൻ വരുമ്പം നോഹയപ്പച്ചൻ ചോദിക്കും, താങ്ക്സ്, വന്നതിൽ നന്ദി, മാനസാന്തരപ്പെട്ടതാണോ എന്ന്. കാരണം ഇതിനകത്ത് കോഴിയുണ്ട്. കോഴി മാനസാന്തരപ്പെടാത്ത ഒരൊറ്റ കുറുക്കൻ കയറിയാൽ മതി, സകല കോഴിയാവും തിന്നിട്ട് പോകും. ദൈവദാസന്മാരെ, ആളെ കൂട്ടാൻ വേണ്ടി ഗുണപ്പെടാത്ത കുറുക്കന്മാരെ കയറ്റരുത്. സകല കോഴി അവൻ തിന്നും, അവസാനം തിന്നിട്ട് പോകും. ദൈവസഭ ക്വാണ്ടിറ്റിയിലല്ല വിശ്വസിക്കുന്നത്, ക്വാളിറ്റിയിലാ. ദൈവസഭ അളവിലല്ല വിശ്വസിക്കുന്നത്, ഗുണത്തിലാ. ഒന്നുകൂടെ കൈയടിച്ച ശക്തിയോടെ സ്തോത്രം പറ. ദൈവസഭ, നോഹയുടെ പെട്ടകം ദൈവസഭയ്ക്ക് സാധിച്ച ഒറ്റ വാതിൽ, യേശു ക്രിസ്തു ആകുന്ന വാതിൽ. അടുത്ത് പറഞ്ഞ് നിർത്തും. നോഹയുടെ പെട്ടകം ദൈവസഭയ്ക്ക് സദൃശ്യം. എങ്ങനെയാണ്? ന്യായവിധിയുടെ വെള്ളം താഴേക്ക് പെയ്തിറങ്ങിയപ്പോൾ നോഹയുടെ പെട്ടകം മോളോട്ട് പൊങ്ങാൻ തുടങ്ങി. ന്യായവിധിയുടെ വെള്ളം താഴേക്ക് പെയ്തിറങ്ങുമ്പോൾ നോഹയുടെ പെട്ടകം മോളോട്ട് പൊങ്ങും. ഇപ്പം കുറച്ചെണ്ണം ഇറങ്ങിയിട്ടുണ്ട് പെന്തക്കോസിലും. മഹോപദ്രവൻ കഴിഞ്ഞേ വരത്തുള്ളൂ. ഒരുത്തൻ പറഞ്ഞാൽ ഇടയ്ക്കേ വരത്തുള്ളൂ. നിങ്ങൾ വേണ സ്തോത്രം പറഞ്ഞാൽ മതി. പ്രൈസ് ദി ലോർഡ്. ആന്റി ക്രൈസ്റ്റിനെ, എതിർ ക്രിസ്തുവിനെ കാത്തിരിക്കുന്നവരല്ല ഞങ്ങൾ കാത്തിരിക്കുന്നത് ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനെയാ, ഞങ്ങളുടെ പ്രാണപ്രിയനെയാണ്. ആകയാൽ നിങ്ങളുടെ കർത്താവ് ഏത് നിമിഷം വരുമെന്നറിയാകയാൽ നിങ്ങൾ ഉണർന്നിരിപ്പി. അവൻ തൻ്റെ കുറുംപ്രാവിനെ ദുഷ്ട മൃഗത്തിന് ഏൽപ്പിച്ചു കൊടുക്കില്ല. ഇമനന്റാണ് കർത്താവിന്റെ വരവ്. കാഹളം ധ്വനിക്കും. കർത്താവ് താൻ പറഞ്ഞാട്ടെ, ഗംഭീരനാദത്തോടും പ്രധാന ദൈവദൂത ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരും. ക്രിസ്തുവിൽ മരിച്ചവർ
മുമ്പ് ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന അവരോടൊരുമിച്ച് ആകാശ മേഘങ്ങളിൽ കർത്താവിനെ എതിരേൽപ്പാൻ എടുക്കപ്പെടും. കരമടിച്ചൊരു സ്തോത്രം പറഞ്ഞേ, എടുക്കപ്പെടും, എടുക്കപ്പെടുമെന്ന്. ഇതാ ഞങ്ങളുടെ വിശ്വാസം, ഇതാ ഞങ്ങളുടെ പ്രസംഗം, ഇതാ ഞങ്ങളുടെ പിതാക്കന്മാർ പഠിപ്പിച്ചത്. നീ എന്നാ പറഞ്ഞാലും ഞങ്ങളത് വിശ്വസിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് നിന്നെ ആ നേരത്ത് വരും. റെഡിയാണോ? ഈ രാത്രി കർത്താവ് വന്നാൽ പോകുമോ? പിശാചിന്റെ തന്ത്രവാദമൊക്കെ കേട്ടോ, വീടരുത്. റെഡിയാണോ? ഞാൻ എൻ്റെ വാക്ക് നിർത്തുന്നു. ഇതുവരെ ഞാൻ ഈ ആനോക്ക് ദൈവത്തോട് നടന്ന് ദൈവനെ എടുത്തതിനാൽ കാണാതെയാകും. ഒരുമിച്ച് പറഞ്ഞേ, ഉറക്കെ പറ, കാണാതെയാകും. നമ്മൾ അപ്രത്യക്ഷരാകും, നമ്മൾ എടുക്കപ്പെടും. ഏത് നിമിഷവും സംഭവിക്കാം. റെഡി ആയിട്ടുണ്ടോ? നോക്കൂ, ഇതുവരെ ഞാനിത് പ്രസംഗിച്ചുകൊണ്ടിരുന്നു. ഇപ്പം കാകളം ധനിച്ചു. ഇതിനകത്തിരുന്ന് ഒരു 60% പോയി, അങ്ങനെ പറയാം. ഒരു 40% അവിടെ ഇരുന്നു. കൂട്ടത്തിൽ ഞാനും ഈ മൈക്കും കൊണ്ട് ഇവിടെ നിന്നാലോ? ഇത്രയും നേരം ചിന്തിച്ചോണം. സ്വതന്ത്രം. ഇവരെ രണ്ടുപേരും, ഇവരേക്ക് എനിക്ക് നന്നായി അറിയാവുന്ന, എൻ്റെ കൂടെ വന്ന എൻ്റെ ചേട്ടൻ്റെ മോനാണ്. എൻ്റെ മോനും വന്നിട്ടുണ്ട്, പേടിക്കൊന്നും വേണ്ട. സ്വതന്ത്രം. ഇതുവരെ നല്ല പാട്ട് അവരെ പറയുന്നതിന് നമ്മൾ തമ്മിലല്ലേ, കുഴപ്പമൊന്നുമില്ല. നല്ല പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഇനി പാടാൻ പോകുന്ന ഇനി എന്തോന്നറിയില്ല. കർത്താവതാൻ ഗംഭീരനാഥമായിരിക്കും. ഓക്കെ, അതാ ഈ പാടാൻ ഇങ്ങോട്ട് വന്ന് നിൽക്കുമ്പോൾ ഞങ്ങളുടെ കാര്യം പറഞ്ഞ പ്രശ്നമില്ലല്ലോ. പാടാൻ ഇങ്ങോട്ട് വന്ന് നിൽക്കുക, പാടിക്കൊണ്ടിരുന്നപ്പം കാകളം ധനിച്ചു. പാടിക്കൊണ്ട് നിന്നവരങ്ങ് പോയി. കൊട്ടിക്കൊണ്ട് നിന്നവരോട് നിന്നാലോ? തിരിച്ചും കൊട്ടിക്കൊണ്ട് നിന്നവർ പോയി, പാടിക്കൊണ്ട് നിന്നവർ നിന്നാലോ? നമ്മുടെയൊക്കെ ജനറൽ കൺവെൻഷൻ നടക്കുമ്പോഴാന്നിരിക്കട്ടെ കാകളം ധനിക്കുന്നത്. അപ്പോഴും സ്റ്റേജിൽ കുറച്ച് പേര് ഇങ്ങനെ വീശിക്കൊണ്ടങ്ങ് ഇരുന്നാലോ? എന്താ പാസ്റ്റർ പിണങ്ങിയിരിക്കുന്നത്? സംഭവിക്കാം, സംഭവിക്കാം. രണ്ടുപേരും കിടക്കയിലായിരിക്കും, ഒരാൾ എടുത്തു കൊള്ളപ്പെടും. നീ കൈവിടപ്പെട്ടു പോകരുത്, കൈവിടപ്പെട്ടു പോകരുത്. ഞാനിപ്പോൾ എല്ലാവരോടും പ്രസംഗിക്കുന്നത് അവർക്കറിയാം. എന്താ, ഇതല്ല പല വിഷയം പ്രസംഗിപ്പം കർത്താവ് വരാറായി. ലക്ഷ്യമതാണേ, എന്നാശയതാണേ, എൻ ജീവനാഥനെ ഞാൻ എന്ന് കാണുന്നു. അതല്ല പാടാൻ പോകുന്നെങ്കിലും. ലക്ഷ്യം അതാണേ, എന്നാശയതാണേ, എൻ ജീവനാഥ. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഞാനെന്നു കാണുമോ ലക്ഷ്യമതാണേ, എന്നാശയതാണേ, എൻ ജീവനാഥനെ ഞാനെന്നു കാണുമോ. ക്രൂശിൽ യാഗമാ തൻ ചോരയൂറ്റിയ എൻ ജീവനാഥനെ ഞാനെന്നു കാണുമോ. ക്രൂശിൽ യാഗമാ തൻ ചോരയൂറ്റിയ എൻ ജീവനാഥനെ ഞാനെന്നു കാണുമോ. ദേവദേവനെ എൻ ത്യാഗവീരനെ, ദേവദേവനെ എൻ ത്യാഗവീരനെ, എൻ ജീവിത സുഖം നീ മാത്രമാകുന്നു. എൻ ജീവിത സുഖം നീ മാത്രമാകുന്നു. ലക്ഷ്യമതാണേ, എൻ ആശയതാണേ, എൻ ജീവനാഥനെ ഞാനെന്നു കാണുമോ. ലക്ഷ്യമതാണേ, എൻ ആശയതാണേ, എൻ ജീവനാഥനെ ഞാനെന്നു കാണുമോ. ഈ പാഴ്മരുഭൂമി എനിക്കാനന്ദമല്ലേ, സിയോൻ പുരിയതോ അധിക കാമ്യമേ. ഈ പാഴ്മരുഭൂമി എനിക്കാനന്ദമല്ലേ, സിയോൻ പുരിയതോ അധിക കാമ്യമേ. എന്നു ചെന്നു ഞാൻ എൻ വീട്ടിൽ ചേരുവോ, എന്നു ചെന്നു ഞാൻ എൻ വീട്ടിൽ ചേരുവോ. അന്നു തീരുമേ ഈ പാരി ദുരിത, അന്നു തീരുമേ ഈ പാരി ദുരിത. ലക്ഷ്യമതാണേ, എൻ ആശയതാണേ, എൻ ജീവനാഥനെ ഞാനെന്നു കാണുമോ. ലക്ഷ്യമതാണേ, എൻ ആശയതാണേ, എൻ ജീവനാഥനെ ഞാനെന്നു കാണുമോ. പ്രാർത്ഥിക്കാൻ പോകുകയാണ്. പ്രാർത്ഥിച്ച ശേഷം
ഇത് പാടാമെങ്കിൽ ഇത് നല്ലത്, ഇത് തന്നെ പാടല്ലേ, നിങ്ങൾ ഇഷ്ടം പോലെ പാടാം. എല്ലാ കണ്ണുമടച്ചാട്, എല്ലാ കണ്ണുമടയട്ടെ. എൻ്റെ ലക്ഷ്യം ഇതാണ്, എൻ്റെ ആശയം ഇതാണ്. എൻ്റെ യേശുവിനെ എനിക്ക് കാണണം, എൻ്റെ പ്രാണപ്രിയനെ കാണണം. സഹോദര, യേശു വരാറായി. സഹോദരി, യേശു വരാറായി. ഉച്ചഭാഷയുടെ ശബ്ദം ഞങ്ങൾ കേൾക്കുന്ന സുഹൃത്തെ, യേശു വരാറായി. യേശുവിൻ്റെ വരവിൽ ആരെടുത്ത് കൊള്ളപ്പെടും? ഒന്ന്, നാം അവിടെ മരിച്ചുവെങ്കിൽ അവിടെ വാഴും. രണ്ടാം, അവൻ്റെ മരണത്തിന് സാധിച്ചുടക്കി വെച്ചവരായെങ്കിൽ അവൻ്റെ പുനരുത്ഥാനം ശാശ്വതയ്ക്ക് വയ്ക്കും. മൂന്ന്, മനുഷ്യരുടെ അവൻ ഏറ്റുപറയുന്നെങ്കിൽ ദൂതന്മാരുടെ മധ്യം ഏറ്റുപറയും. മൂന്നെങ്കിലുണ്ട്. നിനക്ക് അവിടെ മരിപ്പാൻ മനസ്സിലെയോ അവിടെ വാഴാൻ കഴിയില്ല. നിനക്ക് അവൻ്റെ മരണത്തിന് സാധിച്ചുടയിപ്പാൻ മനസ്സിലെയോ അവിടെ പുനരുത്ഥാനം ശയിപ്പാൻ കഴിയില്ല. കണ്ണടച്ചാട്ട് ഈ രാത്രിയിൽ എല്ലാവരും പ്രാർത്ഥിച്ചാട്ട് ഒരു ശുദ്ധീകരണം നമുക്ക് വേണം. യേശുവേ, നിന്റെ വരവിൽ ഞാൻ കൈവിടപ്പെട്ടു പോകരുത്. എനിക്ക് എൻ്റെ കർത്താവിനെ കാണണം, എനിക്ക് എൻ്റെ യേശുവിനെ കാണണം, എനിക്ക് എൻ്റെ പ്രാണപ്രിയനെ കാണണം. എൻ്റെ യേശു എപ്പം വന്നാലും അല്ല, എൻ്റെ കർത്താവ് എന്നെ വിളിച്ചാൽ അവനോടൊപ്പം ആയിരിക്കാൻ എന്നെ ഏൽപ്പിക്കുന്നു. എല്ലാ കണ്ണും അടച്ച് പ്രാർത്ഥിച്ചാട്, കർത്താവെ എന്നെ കഴുകണമേ, എന്നെ വിശുദ്ധീകരിക്കണമേ, എന്നെ വെടിപ്പാക്കണമേ എന്ന് ആഴമേറിയ സമർപ്പണത്തോട് പ്രാർത്ഥിച്ചാട്. കർത്താവെ, നീ എന്നെ കഴുകണമേ, ശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നവർ കൈകൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചാട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. നിങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, സ്വർഗ്ഗപിതാവേ, ഇന്ന് രാത്രി ആഴമേറി സമർപ്പണത്തോട് അവിടുത്തെ കരത്തിൻ്റെ സ്പർശനത്തിനായി ഉയർത്തപ്പെടുന്ന കുഞ്ഞുങ്ങളെ യേശുവിൻ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ രക്തത്താൽ ഒന്നുകൂടെ ഞങ്ങളെ കഴുകണമേ, ഒന്നുകൂടെ വിശുദ്ധീകരിക്കണമേ. നിന്റെ വരവിൽ ഞങ്ങൾ കൈവിടപ്പെട്ടു പോകരുത്. കർത്താവേ, ഞങ്ങൾ കൈവിടപ്പെട്ടു പോകരുത്. നിന്റെ കരത്താൽ ഞങ്ങളെ ബലപ്പെടുത്തണം, ശക്തീകരിക്കണം, അനുഗ്രഹിക്കണം. നിന്റെ കരവരെ തൊട്ടിരിക്കാൻ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ.